അമൃതതീർത്ഥം ചാനലിലേക്ക് ഏവർക്കും നമസ്കാരം. ഇന്ന് ലളിതമായ ഒരു കുഞ്ഞു കഥയിലൂടെ ഒരു സന്ദേശം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കുറേ നാളുകൾക്ക് മുമ്പ് ഒരു വീട്ടില് ഒരച്ഛനും അമ്മയും അവർക്ക് ഒരേ ഒരു മകനും. മകൻ 5ാം തരത്തിൽ പഠിക്കുന്നു. അവന് പരീക്ഷാകാലം അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ പരീക്ഷാകാലത്തിൻ്റെ ഇടയ്ക്ക് അച്ഛനും അമ്മയ്ക്കും വളരെ അത്യാവശ്യമായിട്ട് പുറത്തു പോകേണ്ടതായിട്ട് ഒരു സന്ദർഭം ഉണ്ടാകുന്നു. അപ്പോൾ അച്ഛൻ മകനോട് പറഞ്ഞു, മകൻ ഇത്ര പാഠഭാഗങ്ങളൊക്കെ പഠിച്ചു വെച്ചിരിക്കണം, അച്ഛനും അമ്മയും പോയിട്ട് വേഗം വരാം. പോയിട്ട് വരുമ്പോൾ മോനോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കും, മോൻ ഉത്തരങ്ങൾ പറയുകയാണെങ്കിൽ മോന് അച്ഛനൊരു സമ്മാനം കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടാണ് അച്ഛനും അമ്മയും പുറത്തേക്ക് പോകുന്നത്. അവർ പോയ ഉടനെ തന്നെ കുട്ടി പഠിക്കാനായി പുസ്തകങ്ങൾ എടുത്തു. കുറച്ചു നേരമൊക്കെ അവൻ അവിടെയും ഇവിടെയും ഒക്കെ പേജുകൾ മറിച്ചു നോക്കി, പഠിച്ചു എന്ന് വരുത്തി ശേഷം അവൻ അവിടെ നിന്ന് എണീക്കുന്നു. അവൻ നേരെ TV റൂമിലോട്ട് പോകുന്നു, TV ഓൺ ചെയ്യുന്നു, സിനിമ കാണുന്നു. കുറച്ച് കഴിയുമ്പോൾ അവൻ മൊബൈൽ എടുക്കുന്നു, മൊബൈൽ ഓണാക്കി എന്തൊക്കെയോ കുത്തുന്നു, ഗെയിം കളിക്കുന്നു. അങ്ങനെ സമയം പോയി. അച്ഛനും അമ്മയും മടങ്ങി വന്നു. മടങ്ങി വന്ന ഉടനെ അച്ഛൻ മകനോട് ചോദിച്ചു, മോനെ, അച്ഛൻ പറഞ്ഞ പാഠഭാഗങ്ങളൊക്കെ മോൻ പഠിച്ചോ? അപ്പൊ മോൻ പറഞ്ഞു, ആ പഠിച്ചച്ഛാ. അപ്പൊ പറഞ്ഞു, പെട്ടെന്ന് എന്നാൽ പുസ്തകം എടുത്തോണ്ട് വാ, അച്ഛൻ ചോദ്യമൊക്കെ ചോദിച്ചു നോക്കട്ടെ. അങ്ങനെ മകനെ വിളിച്ച് അടുത്ത് ഇരുത്തിയിട്ട് പുസ്തകത്തിൽ നിന്നും ഓരോ ചോദ്യങ്ങൾ അച്ഛൻ ചോദിച്ചു തുടങ്ങി. മകനാകട്ടെ ഞരങ്ങിയും മൂളിയുമൊക്കെ ഉത്തരങ്ങൾ പറഞ്ഞു എന്ന് വരുത്തി തീർക്കുന്നു. അച്ഛന് ദേഷ്യമായി. അച്ഛൻ പെട്ടെന്ന് എണീറ്റു പുറത്തേക്ക് ഇറങ്ങി മുറ്റത്ത് നിന്ന പേരമരത്തിൽ നിന്ന് ഒരു കമ്പ് ഒടിച്ചെടുത്ത് അതിലെ ഇലകളൊക്കെ പറിച്ചു കളഞ്ഞ് നേരെ അകത്തേക്ക് വന്ന് മകനെ 2-3 തല്ലു കൊടുത്തു. മകൻ അതിയായ സങ്കടമായി. കാരണം അച്ഛൻ അങ്ങനെ അവനെ ഉപദ്രവിക്കാറ് പതിവില്ല. അതുകൊണ്ട് സങ്കടം കൂടുതലായി. അവൻ നേരെ കരഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് ഓടി അമ്മയുടെ അരികിലേക്ക്. അമ്മേ, അച്ഛൻ എന്നെ അടിച്ചു, അച്ഛൻ എന്നെ പേരവടി കൊണ്ടടിച്ചു, പേരമരത്തിന്റെ വടി കൊണ്ടടിച്ചു എന്ന് പറഞ്ഞ് അവൻ വാവിട്ട് കരയുകയാണ്. അമ്മ പറഞ്ഞു, മോനെ, അച്ഛൻ മോനെ തല്ലിയത് വെറുതെ അല്ലല്ലോ, അച്ഛൻ പറഞ്ഞത് കേൾക്കാഞ്ഞിട്ടല്ലേ, മോൻ പഠിക്കാഞ്ഞിട്ടല്ലേ, മോനോടുള്ള സ്നേഹം കൊണ്ട് അച്ഛൻ മോനെ തല്ലിയത്. മോന് മാർക്ക് കുറഞ്ഞാൽ, പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ മോന് സങ്കടമാവില്ലേ? അപ്പോൾ മോന് സങ്കടം വരില്ലേ? അപ്പോൾ മോനോടുള്ള സ്നേഹം കൊണ്ടാണ് അച്ഛൻ മോനെ തല്ലിയത്. അപ്പൊ മകൻ പറയണം, അല്ലല്ല, എന്നെ സ്നേഹം കൊണ്ടല്ല അമ്മ തല്ലിയത്, അച്ഛൻ എന്നെ പേരവടി കൊണ്ടാണ് തല്ലിയത്. ഇങ്ങനെ ആ കുഞ്ഞു മനസ്സില് ബാലിശമായ ഒരു ചിന്ത വന്നു. അവനെ സ്നേഹം കൊണ്ടല്ല പേരവടി കൊണ്ടാണ് തല്ലിയെന്ന് അവന്റെ ബാലിശമായ ബുദ്ധിയിൽ തോന്നുന്നു. നമ്മൾ മുതിർന്നവർക്കും ചില നേരങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ബാലിശമായ ചിന്തകൾ വന്നു ചേരാറുണ്ട്. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ, വെദർ ഇറ്റ് ഈസ് എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അതിൽ തെറ്റും ശരിയും തിരിച്ചറിയാൻ നമുക്കാവണം. അതായത് മനുഷ്യന് മാത്രമേ ഈശ്വരൻ നൽകിയിട്ടുള്ളൂ വിവേകബുദ്ധി. വിവേകബുദ്ധിയും വിശേഷ ബുദ്ധിയുമുള്ള നാം തെറ്റിനെയും ശരിയെയും തിരിച്ചറിഞ്ഞ് വിവേചനം ചെയ്ത് നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ വികസിപ്പിച്ചെടുക്കേണ്ടവരല്ലേ? അപ്പോൾ ഈ കുഞ്ഞു ബാലന്റെ ഈ ഒരു പ്രവൃത്തി നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാം. നമ്മുടെ ചിന്തകൾ ബാലിശമാവാതിരിക്കട്ടെ. നമുക്ക് ഏവർക്കും അങ്ങനെ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.